പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമ്പത്തിക പുരോഗതി നേടുകയും ഒരുപാട് കടങ്ങൾ മൂലം ബുദ്ധിമുട്ടിയവർക്ക് കടബാധ്യതകൾ തീർക്കാനും ഇനി പുതിയൊരു അവസരം. ഈ നക്ഷത്രജാതകർ മിന്നിത്തിളങ്ങുന്ന സമയമാണ് ഇനി ഇവരെ കാത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളാണ് ജൂൺ മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ ഇവരെ കാത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെയിരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച്. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതോടുകൂടി സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും കടങ്ങൾ വീട്ടാനും ഇവർക്ക് സാധിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത്. ചില പ്രശ്നങ്ങൾ മൂലം തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ നേരിട്ടവർക്ക് അത് അതിജീവിക്കാനുള്ള പോംവഴികൾ കൂടി തെളിഞ്ഞു കിട്ടുന്നതാണ്. ഇവരുടെ പ്രാർത്ഥനകൾക്ക് 100% ഫലം ലഭിച്ചു തുടങ്ങും. സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകും. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും. കലഹ സ്വഭാവം കൂടുതലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രായോഗിക ബുദ്ധി പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ ഇവർക്ക് ഒരുപാട് ലഭിക്കുന്നുണ്ട്. ചില ശത്രുക്കളിൽ നിന്നും അപമാനം ഏൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. ചില വിഷമഘട്ടങ്ങളിൽ ബന്ധുക്കളുടെ സഹായങ്ങൾ ലഭിക്കും. പാപപ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. വ്യായാധിക്യം മൂലം മനസ്വസ്ഥത കിട്ടും. പുതിയ അറിവുകൾ നേടാൻ ശ്രമിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ്. സ്വജനങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കും. നടുവ് വേദന, ഒടിവ്, ചതവ് ഇവ ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് ശിവന് ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ചിലവുകളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ ഏറ്റവും ഭാഗ്യം തൊഴിൽ രംഗം മെച്ചപ്പെടുകയും തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ചില വിശേഷ ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. ദാമ്പത്യ സുഖം ഉണ്ടാകും. കമിതാക്കളുടെ വിവാഹം നടക്കും. സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും. ധനകാര്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് നടത്താൻ സാധിക്കും. പൊതുവെ സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ ശ്രദ്ധിക്കണം. നിർബന്ധ ബുദ്ധി പ്രകടമാക്കും. ക്രൂര ചിന്തകൾ മനസ്സിൽ ഉദിക്കും. ജലമാർഗങ്ങൾ വഴിയുള്ള യാത്രകൾ ശ്രദ്ധിക്കണം. വലിയ ദുഃഖ അനുഭവങ്ങൾക്ക് ഇടയുണ്ട്. ബന്ധുജന സഹായം ഉണ്ടാകും. ദോഷനിവാരണത്തിന് ശിവന് മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ഇവർ പോലീസ് കേസുകളിലോ തർക്കവിഷയങ്ങളിലോ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ 100% വിജയവും ഇവർക്ക് ഒപ്പമായിരിക്കും. സന്താനങ്ങൾക്ക് വേണ്ടി ചികിത്സ തേടുന്നവർക്ക് അതിനുള്ള അവസരം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. നല്ല പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് ഇതിന് ലഭിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ കാര്യത്തിൽ കുറച്ച് താല്പര്യമെടുത്ത് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. പാപകർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും. പുതിയ സംരംഭങ്ങൾ വിജയിക്കും. മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയുന്നത് ഒഴിവാക്കുക. ഇവർ ചെയ്യുന്ന എല്ലാ പുതിയ സംരംഭങ്ങളും 100% വിജയിക്കും. അതുപോലെ ബന്ധുജനങ്ങൾ വിരോധത്തിലാകാൻ സാധ്യതകൾ കാണുന്നുണ്ട്. അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ അവസരങ്ങൾ ലഭിക്കും. അഭീഷ്ടകാര്യ സിദ്ധി ഉണ്ടാകും. വ്രണങ്ങൾ, പ്രമേഹബന്ധിയായിട്ടുള്ള മറ്റ് അസുഖങ്ങൾ, സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം. പലവിധ ആപത്തുകളിൽ നിന്നും കരകയറും. ചില സുഖ അനുഭവങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കാൻ ഭാഗ്യമുണ്ട്. ധനകാര്യ പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉപാസനകൾക്ക് തടസ്സം വരാതിരിക്കാനും ശ്രദ്ധിക്കണം. നാൽക്കാലികൾക്കുള്ള അസുഖങ്ങൾ മാറിക്കിട്ടും.
ദോഷനിവാരണത്തിന് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി പൂയം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ബന്ധുജനങ്ങളുടെ നിസ്സഹകരണം മൂലമുള്ള വിഷമതകൾ കൂടുതൽ ആകാൻ സാധ്യതകളുണ്ട്. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും. സഹോദരിമാർക്കോ ജീവിത പങ്കാളിക്കോ ഒരു തൊഴിൽ ഭാഗ്യം ലഭിക്കുന്ന സാധ്യതകൾ ഇരട്ടിച്ചു വരുന്നുണ്ട്. ഗവൺമെൻറ്റുമായിട്ടുള്ള കാര്യസാധ്യങ്ങൾക്കുള്ള കാലതാമസം മാറിക്കിട്ടും. പണം തിരികെ തരാനുള്ളവരുമായിട്ടുള്ള കലഹം വലുതാകാതെ ശ്രദ്ധിക്കണം. നേതൃഗുണം ലഭിക്കും. അധികാരസ്ഥാനങ്ങളിൽ എത്താനുള്ള സാധ്യതകളുണ്ട്. അച്ഛനുമായോ പിതൃതുല്യരായ മറ്റുള്ളവരുമായിട്ടോ കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അക്ഷമ വളരെ കൂടുതലായിരിക്കും. ദാനശീലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ശൂരത പ്രകടിപ്പിക്കേണ്ടതായിട്ട് വരും. പലവിധ രോഗാരിഷ്ടതകൾ, പ്രത്യേകിച്ച് ത്വക്കുബന്ധിയായവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. സഹായികളുമായിട്ട് വേർപിരിയേണ്ടതായിട്ട് വരും. ഇവർ ദോഷനിവാരണത്തിന് ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പൂരം നക്ഷത്ര ജാതകരെക്കുറിച്ചൊന്ന് പങ്കുവെക്കാം. ഇവർക്ക് നല്ല അറിവുകൾ നേടാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. മറ്റുള്ളവരെക്കുറിച്ച് നിന്ദ്യമായി സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കണം. കാര്യങ്ങൾ മെച്ചപ്പെടാൻ ഇനി താമസമില്ല. അതിനുള്ള സമയം ആയിക്കഴിഞ്ഞു. നേത്രരോഗം, ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം. കലഹഭയം മനസ്സിനെ എപ്പോഴും അലട്ടാൻ സാധ്യതയുണ്ട്. ശത്രുപീഡകളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ഭൂമിയുടെ കച്ചവടത്തിൽ ലാഭം നേടാനാകും. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ചില ഭാഗ്യ അനുഭവങ്ങൾക്കിടയുണ്ട്. തൊഴിൽ രംഗം പ്രതീക്ഷിച്ചതിലും നല്ല രീതിയിൽ മെച്ചപ്പെടും. ചില ധനനേട്ടങ്ങൾക്കും ഇടയുണ്ട്. പ്രണയങ്ങൾ സഫലമാകും. പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാം. നാൽക്കാലി വളർത്തൽ മെച്ചപ്പെടും. അഗ്നിബാധ ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സന്തോഷ അനുഭവങ്ങൾ കൂടുതലായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ. മക്കളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കും. കാൽനട യാത്ര കൂടുതലായിട്ട് വേണ്ടിവരും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. ദന്തരോഗം ഉള്ളവർക്ക് പല്ലെടുക്കുകയും ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്യേണ്ട സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. വ്യായാധിക്യം ഉണ്ടാകും. ത്വക്കുരോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും വിദ്യാർത്ഥികൾക്കത് തരണം ചെയ്യാനുള്ള വഴികൾ തെളിയും. തൊഴിൽ രംഗം മെച്ചപ്പെടും. മരാമത്ത് പണികൾക്ക് ചിലവ് കൂടുന്ന സാഹചര്യങ്ങൾ കൂടി കാണുന്നുണ്ട്. മംഗളകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ജന്തുക്കളുടെ ഉപദ്രവം ഉണ്ടാകാൻ ഇടയുണ്ട്. ദോഷനിവാരണത്തിന് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സ്വജനങ്ങളുടെ നേതൃത്വം ലഭിക്കും. ബന്ധുജനങ്ങളോട് സ്നേഹബന്ധം കൂടുതലാകും. സജ്ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ അവസരങ്ങളുണ്ട്. സത്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ലഭിക്കും. മനസ്വസ്ഥത വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങൾ കൂടി കാണുന്നുണ്ട്. മക്കളെ കൊണ്ട് സമാധാനപരമായിട്ടുള്ളൊരു സാഹചര്യം ലഭിക്കും. അതുപോലെ മക്കൾക്കും സന്തോഷ അനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ വീടിനായിട്ട് ശ്രമം തുടങ്ങാം. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ധനലാഭം പ്രതീക്ഷിക്കാം. കുടുംബജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. ഉദരവ്യാധി, പനി, ചുമ ഇവ ശ്രദ്ധിക്കണം. രക്തസമ്മർദ്ദത്തിൻ്റെ അനിശ്ചിതാവസ്ഥയും സൂക്ഷിക്കണം. ദുർജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് കോട്ടം തട്ടാൻ സാധ്യതയുണ്ട്. വിവാഹ ആലോചനകൾ സഫലമാകും. പണം വായ്പ കൊടുത്താൽ തിരികെ കിട്ടാൻ ചില ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി ഇതൊഴിവാക്കുക. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ദ്വാദശാക്ഷരി മന്ത്രപുഷ്പാഞ്ജലി കഴിച്ച് പ്രാർത്ഥിക്കണം. ഇനി തൃക്കേട്ട നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ജീവിതത്തിൽ ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾക്ക് ഒരു അറുതി വരും. മനസ്സിനും വീട്ടിലും സ്വസ്ഥത വർദ്ധിക്കും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ നല്ല സമയമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരങ്ങൾ ലഭിക്കും. മുൻകോപം നിയന്ത്രിക്കണം. ബന്ധുക്കൾ ശത്രുക്കളായി മാറാൻ സാധ്യതയുണ്ട്.
സ്ഥാനക്കയറ്റം, അതുവഴി ആദരവും ലഭിക്കും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. സ്ത്രീകളുടെ, പ്രത്യേകിച്ച് മാതൃതുല്യവരായവരുടെ താപം ലഭിക്കാൻ ഇടയുണ്ട്, ശ്രദ്ധിക്കുക. ഇവർ ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമന്ത്ര സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.